ദൈവം അനുവദിച്ചാൽ ഈ സീരീസ് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനോ എന്നുള്ള വിഷയമായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഒരു ബ്രേക്ക് എടുക്കും. ഡോക്ടർ സനീഷ് ചെറിയാൻ 8-10 ക്ലാസ്സസ് മറ്റൊരു വിഷയം എടുക്കും. അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്ന് സഭാചരിത്രം എന്നും പറഞ്ഞ വിഷയം എടുക്കുന്നതായിരിക്കും. അപ്പം സഭാചരിത്രം ഹിസ്റ്ററിയാണ്. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനോ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്. നമുക്കെല്ലാം അറിയാം, സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പം ഹിസ്റ്ററി ഏറ്റവും ബോറിംഗ് സബ്ജക്ട്സിൽ പെട്ടതാണ്. ആൻഡ് സാധാരണ ഹിസ്റ്ററി പഠിപ്പിക്കാൻ കൊടുക്കുന്നത് സാറുമാരിലെ അങ്ങനങ്ങ് കഴിവില്ലാത്ത ആളുകൾക്ക് പല സ്കൂളുകളിലും കൊടുക്കുന്നത്. ഞാൻ സഭാചരിത്രം ബൈബിൾ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങളുടെ സഭാചരിത്രത്തിൻ്റെ പ്രൊഫസർ അമേരിക്കനായിരുന്നു, പ്രൊഫസർ ഡിക് സാക്മാൻ ക്ലാസ്സിൽ കയറി വരുമ്പോഴത്തേക്ക് ഫർണിച്ചർ പോലും ക്ലാസ് വിട്ടിട്ട് പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വിഷമമുള്ള വിഷയം ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സസിൽ കൂടെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗമാണ് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനോ. ഈ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനോ എന്ന് പഠിക്കുമ്പം നമ്മുടെ ഒരു താക്കോൽ വാക്യം അല്ലെ കീ വേഴ്സ് 1 പത്രോസ് 3:15 ആയിരിക്കും. 1 പത്രോസ് 3:15. 1 പത്രോസ് 3:15 നാം വായിക്കുന്നത്, കർത്താവായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശുദ്ധീകരിച്ച് വിശുദ്ധനായി എണ്ണിക്കൊള്ളുവീൻ. ഞാൻ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് മലയാളം ട്രാൻസ്ലേഷനാണ് വായിക്കുന്നതെന്ന് ഓർപ്പിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവർക്കും ഉത്തരം പറവാനും എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്, നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നത്. ഞാൻ ഈ വായിച്ചതിൽ ന്യായം എന്നുള്ള വാക്ക് ഞാൻ വിട്ടായിരുന്നു. പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന, പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നതും പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നതും തമ്മിൽ അന്തരമുണ്ട്. വൈ ഡു യു ബിലീവ് എന്ന് ചോദിക്കുന്നതാണ് പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നത്. അത് ഈ തലമുറയിൽ വളരെയധികമായിട്ടുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എനിക്ക് ഓൾമോസ്റ്റ് എവറി ഡേ 1-2 വാട്സാപ്പ് കോളും ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോൾ കിട്ടും. അങ്കിളെ, ഞാൻ ഇന്ന സ്കൂളിൽ അല്ലെ ഇന്ന കോളേജിൽ +2 അല്ലെ BA ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു. എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും എൻ്റെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവാത്മാവ് എഴുതിയ കാര്യമാണ്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുമെന്ന്. അങ്ങനെ ന്യായം ചോദിക്കുമ്പോൾ ഏവർക്കും ഉത്തരം പറയണം. കറക്റ്റ് വാക്ക് ഏവർക്കും പ്രതിവാദം പറയണമെന്നാണ്. ന്യായം ചോദിക്കുമ്പോൾ പ്രതിവാദം, കാരണം ഈ ന്യായം ചോദിക്കുന്ന ഒരു വാദം കൊണ്ടാണ് വരുന്നത്. നമ്മളതിന് പ്രതിവാദം പറയണം എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ ദൈവവചനം 2 കണ്ടീഷനോടെ വെക്കുന്നുണ്ട്. 1 സൗമ്യതയോടെ, 2 ഭയഭക്തിയോടെ. നമ്മൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രതിവാദം പറയുമ്പോൾ സൗമ്യതയും ഉണ്ടായിരിക്കണം, ഭയഭക്തിയും ഉണ്ടായിരിക്കണം. ഇത് ദൈവവചനത്തിൻ്റെ ഒരു കൽപ്പനയാണ്, ആദേശമാണ്, ഉത്തരവാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പം നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ പെട്ടെന്നൊരു ചോദ്യം വന്നെന്നിരിക്കും, ബ്രദർ ജോൺസൺ, യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് നമുക്കെല്ലാം അറിയാം, പിന്നെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്ത്? കറക്റ്റ്, ന്യായമായ ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏത് സൊസൈറ്റിയിലും മെജോറിറ്റി ആളുകൾ ആരോഗ്യവാന്മാരാണ്. അപ്പോൾ പിന്നെ ചിലർ പോയി മെഡിസിൻ പഠിക്കേണ്ട ആവശ്യം എന്താ? മെഡിക്കൽ ഫീൽഡ് പഠിക്കേണ്ട ആവശ്യം എന്താ? രോഗങ്ങളെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യം എന്താ? അതുപോലെയുള്ളൂ നമുക്ക് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് സംശയമില്ലെങ്കിലും നമ്മുടെ മക്കളുടെ മനസ്സിൽ
ഇപ്പോൾ ഒരു റെഗുലർ ബേസിസിൽ വളരെ ക്രമീകൃതമായിട്ട് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ അല്ല എന്നുള്ള ആശയം കുത്തിവെക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിൻ്റെ പല ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത്, ഞാൻ മധ്യപ്രദേശ് ഗ്വാളിയറിൽ വളർന്നപ്പം ഞങ്ങളുടെ സഭയിൽ രാജൻ എന്ന് പറഞ്ഞ ഒരു യുവ സഹോദരനുണ്ടായിരുന്നു. രാജൻ വലിയ ബുദ്ധിരാക്ഷസനായിരുന്നു. അസാമാന്യ ബുദ്ധിയുള്ളവനും താൻ MSc പഠിച്ച സമയത്ത് തൻ്റെ പ്രൊഫസർമാർക്ക് പോലും പേടിയായിരുന്നു രാജനെ. കാരണം പ്രൊഫസർമാർ പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾ രാജൻ തിരുത്തുമായിരുന്നു. അത്ര വലിയ ബുദ്ധിരാക്ഷസനായിരുന്നു. യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന രാജൻ അന്ന് ഗ്വാളിയറിൽ ഒരു കോൺഗ്രിഗേഷനേ ഉള്ളായിരുന്നു. അത് ഞങ്ങളുടെ സഭയായിരുന്നുകൊണ്ട് യാക്കോബ, മാർത്തോമ, പെന്തിക്കോസ്തുകാരെല്ലാം ഞായറാഴ്ച അറ്റൻഡ് ചെയ്യാൻ വരുമായിരുന്നു. അങ്ങനെ വന്ന് എല്ലാവരോടും പപ്പ സുവിശേഷം ഷെയർ ചെയ്യുമായിരുന്നു. രാജനോട് സുവിശേഷം ഷെയർ ചെയ്തപ്പോൾ രാജൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അച്ചായൻ പറയുന്നതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്, എന്നാൽ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളതിന് എന്ത് തെളിവ്? 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു എന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എഴുതിയിട്ടിട്ട് പോയി. അതുതന്നെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണോ എഴുതിയത് അതോ പിന്നെ അന്ന് എഴുതിയത് എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഒരു കണ്ടീഷൻ, യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളതായിട്ട് കാണിച്ചു തരാമെങ്കിൽ ഞാൻ സുവിശേഷം അംഗീകരിക്കാം. ഫാദറിന് അറിയാമായിരുന്നു, ഫ്ലേവിയസ് ജോസീഫസ് എന്നും പറഞ്ഞ ഒരു വ്യക്തി തൻ്റെ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന്. അന്ന് ഈ പുസ്തകത്തിന് വലിയ വിലയായിരുന്നു. എന്നാലും ഗ്വാളിയറിൽ ഒരു ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഈ പുസ്തകത്തിന് സാമാന്യ നമുക്ക് താങ്ങാൻ വയ്യാത്ത വിലയായിരുന്നു. പപ്പ ഒരു സുവിശേഷകനായിരുന്നു. ആദ്യ തലമുറ സുവിശേഷകന്മാർക്ക് ഭക്ഷണത്തിനുള്ള കാശ് പോലും ഇല്ലായിരുന്നു. എന്നാലും പപ്പ പോയി ഈ പുസ്തകം വാങ്ങിച്ചു. ഈ പുസ്തകത്തിൽ, അതാണ് ഈ പടത്തിൽ കാണുന്നത്, ഈ പുസ്തകത്തിൽ ഫ്ലേവിയസ് ജോസീഫസ് യേശുക്രിസ്തുവിനെ കുറിച്ച് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ജോസീഫസ് ഒരു ക്രിസ്ത്യാനിയല്ലായിരുന്നു, ഒരു ക്രിസ്തീയ വിശ്വാസിയല്ലായിരുന്നു. യഹൂദനായിട്ട് ജനിച്ച ജോസീഫസ് ഒരു റോമൻ പൗരനായി മാറിയായിരുന്നു. അങ്ങനെ റോമൻ പൗരനും ചരിത്രകാരനുമായ ഫ്ലേവിയസ് ജോസീഫസ് യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് പപ്പ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അന്ന് തന്നെ ഈ ബുദ്ധിരാക്ഷസനായ രാജൻ പപ്പായുടെ മുൻപിൽ മുട്ടുകുത്തി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഇത് 55 വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 55 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തീയ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർ നമ്മുടെയൊക്കെ കുട്ടികളുടെ യുവ സഹോദരന്മാരുടെ മനസ്സിൽ സംശയം സൃഷ്ടിച്ചെങ്കിൽ 55 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ വിഷയത്തിൽ സംശയമുള്ള ധാരാളം കുട്ടികളും ചെറുപ്പക്കാരും നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ട് ഈ വിഷയം അവരോട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ അത്ര സീരിയസ് ആണോ? അത്ര സീരിയസാ എന്ന് മാത്രമല്ല, വീടിന് തീ പിടിച്ചു കഴിയുമ്പോഴല്ല കിണർ വെട്ടുന്നത്, അതിനു മുമ്പ് തന്നെ തയ്യാറായിരിക്കണം എന്നുള്ള കാര്യം എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെ ഞാൻ ഓർപ്പിക്കട്ടെ. രണ്ടാമതൊരു സംഭവം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം എത്ര സീരിയസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് പടമാണ്. റെപ്രസെൻറ്റേറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയത്തെ പ്രദർശിപ്പിക്കാൻ. ഇതിൽ കണ്ണാടി വെച്ചിരിക്കുന്നത് ഞാൻ.
എൻ്റെ സൈഡിലിരിക്കുന്ന എന്നേക്കാൾ പ്രായമുള്ള ഒരു വ്യക്തി. ഇതൊരുണ്ടായ സംഭവമാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ആ പ്രോഗ്രാം പകുതിയായപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പാർട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു പ്രായമുള്ള സഹോദരൻ എന്നെ, ബ്രദറെ എനിക്ക് അത്യാവശ്യ കാര്യം പറയണമെന്ന് എന്നെ പിടിച്ച് വലിച്ച് ആ പ്രോഗ്രാമിൽ നിന്ന് ദൂരെ ഒരു മരത്തിൻ്റെ താഴെ വന്നിരുന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു. ബ്രദറെ, ഞാൻ വളരെ ഹാർട്ട് ബ്രോക്കൺ ആണ്, എൻ്റെ ഹൃദയം തകർന്നിരിക്കുവാണ്. അതുകൊണ്ടാണ് ജോൺസൺ ബ്രദറിനെ ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ പ്രശ്നം? പുള്ളി പറഞ്ഞു, എനിക്കൊറ്റ ഒരു മകനേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ മുന്നോട്ട് പോയിരുന്ന ഈ മകൻ ഒരു നിരീശ്വരവാദിയോട് ആവശ്യമില്ലാതെ വാദപ്രതിവാദത്തിന് പോയി. നിരീശ്വരവാദിയുമായിട്ട് വാദപ്രതിവാദത്തിന് പോയി കഴിഞ്ഞപ്പോൾ ആ നിരീശ്വരവാദി യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല എന്നും പറഞ്ഞ് കുറേ ആർഗ്യുമെൻ്റ് എൻ്റെ മകൻ്റെ മുൻപിൽ വെച്ചു. ഈ ആർഗ്യുമെൻറ്റ്സ് എല്ലാം കേട്ട് കഴിഞ്ഞ് അവൻ്റെ വിശ്വാസത്തിൽ അവനിപ്പോൾ ആടി നിൽക്കുവാണ്. അതിൻ്റെ കൂടെ ആ നിരീശ്വരവാദി ബൈബിൾ ശാസ്ത്രത്തിൻ്റെ മുൻപിൽ വളരെ പ്രിമിറ്റീവായിട്ട് ഉള്ള ഒരു പുസ്തകമാണ്, ബൈബിളിൽ നിറച്ച് ശാസ്ത്രീയ അബദ്ധങ്ങളാണെന്നൂടെ ആ നിരീശ്വരവാദി എൻ്റെ മകനെ പറഞ്ഞ് അവനെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ സക്രിയമായിട്ട് കൂട്ടായ്മയിലായിരുന്ന എൻ്റെ മകൻ, അവനെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, എന്നാൽ ഞാൻ ബ്രദർ ജോൺസനെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ബ്രദർ റെഗുലറായിട്ട് ബൈബിള്, സയൻസ്, പരിണാമവാദം ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ട് നോട്ട്സ് എഴുതി അത് എൻ്റെ മകന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മകന് അവൻ്റെ സംശയങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എൻ്റെ കൂട്ട് ഡേ ആൻഡ് നൈറ്റ് ഈ വിഷയങ്ങളിൽ അധ്വാനിച്ചു കഴിയുമ്പോൾ അതാർക്കെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റ് മണിയും കൊണ്ടാണ് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നത്. ആ സഹോദരൻ എന്നേക്കാൾ വളരെയധികം പ്രായമുള്ള ആളായിരുന്നു. ഞാൻ അങ്കിളെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ജോൺസൺ, ഞാൻ അങ്കിളൊന്നും അല്ല, ഞാൻ ജോൺസണിനേക്കാൾ ഇളയതാണ്. എൻ്റെ മകൻ്റെ ആത്മീകാവസ്ഥ കണ്ട് പെട്ടെന്ന് പ്രായമായി പോയത്. അതുകൊണ്ടാണ് എനിക്ക് ജോൺസണിനേക്കാൾ പ്രായം കൂടുതൽ തോന്നുന്നത്. എനിക്ക് ജോൺസണിനേക്കാൾ പ്രായമില്ല, ഞാൻ അങ്ങോട്ട് അങ്കിൾ എന്ന് വിളിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് ഞാൻ ജോൺസൺ എന്ന് വിളിക്കുന്നതാണ്. ഒരു വ്യക്തി പെട്ടെന്ന് പ്രായമായി പോയി. കാരണം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന തൻ്റെ മകൻ നിരീശ്വരവാദികളുടെ ബ്രെയിൻ വാഷിങ്ങിൽ പൂർണ്ണമായിട്ടും ആടിപ്പോയി. സഹോദര സഹോദരിമാരെ, ഞാൻ ആവർത്തിച്ചോർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, തീ പിടിച്ചു കഴിയുമ്പോഴല്ല നമ്മൾ കിണർ കുഴിക്കുന്നത്. കിണർ ഉണ്ടെങ്കിലേ തീ പിടിക്കുമ്പം വെള്ളം കോരി ഒഴിച്ച് അത് കെടുത്താൻ സാധിക്കത്തുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച്, യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ലെന്ന് വളരെയധികം പ്രൊപ്പഗാൻഡയുണ്ട്. പെട്ടെന്നൊന്ന് പറയട്ടെ, ഡീറ്റെയിൽസ് പുറകെ പറയാം. നിങ്ങളിൽ പലർ ജോസഫ് എടമറുകിൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ജോസഫ് എടമറുക് എഴുതിയ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകം ഏതാണ്ട് 20 റീപ്രിൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വേർപാടിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ബുക്സ് ചിലപ്പോൾ 2 റീപ്രിൻ്റ് അല്ലെങ്കിൽ 3 റീപ്രിൻ്റാണ് ഉണ്ടാകുന്നത്. ഇത് ഏതാണ്ട് 20 റീപ്രിൻ്റായി. ഇന്നും ആ പുസ്തകത്തിന് ഡിമാൻഡുണ്ട്. കാരണം ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ള ആശയം ക്രിസ്ത്യാനികളെയും
അക്രൈസ്തവരെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന് ദൈവവചനം പലയിടത്ത് ഇൻസ്ട്രക്ഷൻ നൽകുന്നുണ്ട്. നമ്മൾ 1 പത്രോസ് 3:15 വായിച്ചു. അതിൻ്റെ കൂടെ 2 കൊരിന്ത്യർ 10:3 തൊട്ട് 6 വരെയൂടെ വായിക്കേണ്ടത് ആവശ്യമാണ്. 2 കൊരിന്ത്യർ 3:10 തൊട്ട് 2 കൊരിന്ത്യർ 10:3 തൊട്ട് 6 വരെ. 2 കൊരിന്ത്യർ 10:3 തൊട്ട് 6 വരെ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ പോരാടുന്നില്ലെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ. അപ്പം ഞങ്ങൾ പോരാടുന്നുണ്ട്, ഞങ്ങൾക്ക് ആയുധങ്ങളുണ്ട്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പം നമുക്ക് പോരാട്ടമുണ്ട്, പോരാട്ടത്തിന് ആയുധമുണ്ട്. ആയുധങ്ങൾ കോട്ടകളെ ഇടിച്ചു കളയുന്ന എന്ത് കോട്ടയാണ്? സാത്താൻ്റെ കോട്ടകളെ ഇടിച്ചു കളയാൻ. അവയാൽ ഞങ്ങൾ എന്നിട്ട് ഈ ആയുധം ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കാൻ നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു. സോ ഇവിടെ പോരാട്ടമുണ്ട്, ആയുധങ്ങളുണ്ട്, ഇടിച്ചു കളയുന്നുണ്ട്, ആൻഡ് ഈവൻ പ്രതികാരം. ഇതെല്ലാം ആത്മീക ലെവലിലുള്ള കാര്യങ്ങളാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ചോദ്യം വരുന്നത്, ഇത്രയും പ്രശ്നമുണ്ടോ? ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ നമ്മൾ? ദി ആൻസർ ഈസ് യെസ്. പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഞാൻ രാജൻ്റെ കാര്യം പറഞ്ഞു 55 വർഷം മുമ്പ്, മറ്റൊരു രാജൻ്റെ കാര്യം പറഞ്ഞ് 2 വർഷം മുമ്പ്. ഇങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ധാരാളം കേസസ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ചോദ്യം വരുന്നത്, ഇത്രയും അധികം ഈ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു ചരിത്ര പുരുഷനായിട്ടും ചരിത്ര പുരുഷനല്ല എന്ന് ഇത്രയും ആർഗ്യുമെന്റ് വരാൻ കാരണമെന്ത്? അതിന് കാരണമാണ് ഈ മനുഷ്യൻ, ബ്രൂണോ ബോർ. ജർമ്മനിലെ ഒരു വിമർശകനായിരുന്നു. 1809 തൊട്ട് 1882 വരെ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫർ ആൻഡ് വിമർശകനായിരുന്നു. ഇയാൾ ഇത്രയും പവർഫുൾ എങ്ങനെയായെന്ന് ചോദിച്ചാൽ, യൂറോപ്പ് 1400, 500, 600, 700 ലോകം മുഴുവൻ പോയി കൊള്ളയടിച്ചു. അതിൽ ഇന്ത്യ മെജോറിറ്റി പോർഷൻ ബ്രിട്ടീഷുകാരാണ് കൊള്ളയടിച്ചത്. ജർമ്മൻകാർ വേറെ പലയിടത്ത് പോയി കൊള്ളയടിച്ച് ജർമ്മൻസ് യൂറോപ്പിൽ ഏറ്റവും ധനിക രാഷ്ട്രമായി മാറി. ക്രിസ്ത്യൻസ് ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലുള്ള യൂണിവേഴ്സിറ്റീസിന് അവർക്ക് 10 വേണമെങ്കിൽ 10,000 ഗവൺമെൻറ് കൊടുത്തു തുടങ്ങി കാശ്. ആൻഡ് ജർമ്മനിയിലുള്ള എല്ലാ തിയോളജിക്കൽ സെമിനറീസും യൂണിവേഴ്സിറ്റീസിൻ്റെ ഭാഗമായി മാറി. അവർക്ക് എത്ര വേണം അതിൻ്റെ 10 ഇരട്ടി കാശുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പം ഈ അപ്പോയിൻമെൻ്റ് ഒന്നും ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതാണെന്നോ ടെസ്റ്റ് മണി ഉണ്ട് ഇത് നോക്കിയല്ല. നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ സെക്യുലർ അപ്പോയിൻമെൻ്റ് എങ്ങനെയാണ്, ആ രീതിയിൽ തന്നെയാണ് ഈ
ജർമ്മൻ യൂണിവേഴ്സിറ്റീസിൽ അക്കാലത്തിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടായത്. അങ്ങനെ സെക്യുലർ അപ്പോയിൻമെൻറ്റിൽ കൂടെ വന്ന പലര് അവർക്കിഷ്ടം പോലെ കാശുണ്ടായിരുന്നുകൊണ്ട് അവരുടെ ഒരു പാസ് ടൈം, അവർ എൻജോയ് ചെയ്ത ഒരു കാര്യമായിരുന്നു ബൈബിളിനെ വിമർശിക്കുക. വിമർശിക്കുക മാത്രമല്ല, ഇഷ്ടംപോലെ കാശുണ്ടായിരുന്നുകൊണ്ട് ഇവരുടെ ഈ വിമർശനങ്ങൾ വരമൊഴിയാക്കി ഗ്രന്ഥരൂപത്തിൽ ഇവർ ലോകം മുഴുവൻ ഫ്രീ ആയിട്ട് അയച്ചു. ഇന്ത്യയിലും എത്തി. ഓരോ പുസ്തകത്തിൻ്റെ 10,000-കണക്കിന് കോപ്പി ഇന്ത്യയിലും എത്തി. 1800 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ പ്രിൻറ്റിംഗ് പ്രസ് ഒന്നും അധികം ഇല്ലായിരുന്നു. പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടെങ്കിൽ പോലും പേപ്പർ കോസ്റ്റ്ലി ആയിരുന്നു, പ്രിൻറ്റിങ് വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ഒരു 70 വർഷം അല്ലെ 60 വർഷം മുമ്പ് ബുക്സ് വാങ്ങിച്ചിട്ടുള്ള സഹോദരന്മാരിവിടെ ഉണ്ടെങ്കിൽ അവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ബുക്സ് വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ഞാനിത് 1960-ലെ കാര്യമാണ് പറയുന്നത്. 60-ലൊക്കെ ഞാൻ വളരെയധികം വായനാശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഫാദറിന് പുസ്തകം വാങ്ങിച്ചു തരാൻ സൗകര്യമില്ലായിരുന്നു, അത്രയും ബുക്സ് കോസ്റ്റ്ലി ആയിരുന്നു. അപ്പം ബുക്സ് ഇത്രയും കോസ്റ്റ്ലിയും ഇത്രയും വിരളമായിരുന്നപ്പം ഇന്ത്യയിൽ, ഞാൻ 1900-ൻ്റെ കാര്യം, 1800-കളിൽ ബ്രൂണോ ബോറിൻ്റെ പുസ്തകങ്ങൾ 10,000-കണക്കിന് വന്ന് ലാൻഡ് ചെയ്തപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് ഈയിടെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. അങ്ങനെ വായിച്ച് ഇന്ത്യയിൽ ബോറിന് വലിയ സ്വാധീനമുണ്ടായി, വളരെയധികം സ്വാധീനമുണ്ടായി. അങ്ങനെയാണ് ഇന്ത്യയിൽ ഈ നിരീശ്വരവാദികൾ യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്ററി, യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഈ ബോറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ബ്രൂണോ ബോർ അത് എഴുതുന്നതിന് മുൻപ് ലോകം മുഴുവനുള്ള ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിനെ ഒരു ചരിത്ര പുരുഷനായിട്ട് തന്നെ അംഗീകരിച്ചു. എന്ന് മാത്രമല്ല, ഇന്നും ഈ മെയിൻ ലൈൻ ഹിസ്റ്ററി ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റീസിലെയും കോളേജസിലെയും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മെയിൻ ലൈൻ ഹിസ്റ്ററി അധ്യാപകന്മാർ യേശുക്രിസ്തുവിനെ ഒരു ചരിത്ര പുരുഷനായിട്ട് അംഗീകരിക്കുന്നെങ്കിലും ജനങ്ങളെ സ്വാധീനിക്കുന്നത് അവരല്ല. കാരണം യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജസിലുള്ളവർ ഹിസ്റ്ററി BA അല്ലെ MA അല്ലെ PhDക്ക് എടുക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനെ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ജനലക്ഷങ്ങളെ സ്വാധീനിക്കുന്നത് ഇവരല്ല. ജനലക്ഷങ്ങളെ സ്വാധീനിക്കുന്നത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബൈബിൾ ഒരു കഥാകാരൻ്റെ ഭാവനയല്ല. ബൈബിൾ ഒരു ഹിസ്റ്ററി ആക്യുറേറ്റ്ലി കാണുന്ന ഒരു പുസ്തകം തന്നെയാണ്. എന്നാൽ ചുരുക്കം ചില ആളുകൾ ഈ വളരെയധികം ബഹളമുണ്ടാക്കി ഈ വിഷയങ്ങളിലൊക്കെ ബുക്ക് എഴുതി ജനലക്ഷങ്ങളുടെ അടുത്ത് എത്തിച്ചതുകൊണ്ട് ജനങ്ങളുടെ ഇടയ്ക്ക് വലിയ കൺഫ്യൂഷനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ചിലർക്ക് ഈ വ്യക്തി അറിയാം. ജോസഫ് എടമറുക് ക്രിസ്ത്യാനിയായിരുന്നു. നിരീശ്വരവാദികളിൽ ഏറ്റവും അധികം എഴുതിയ വ്യക്തിയാണ് ജോസഫ് എടമറുക്. ഏറ്റവും അധികം വായനാശീലമുള്ള വ്യക്തിയുമായിരുന്നു. ജോസഫ് എടമറുകിന് ഏതാണ്ട് 30,000 വോള്യൂംസിൻ്റെ ലൈബ്രറി ഉണ്ടായിരുന്നു. തനിക്ക് വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ വായിച്ച് താൻ വളരെ പാണ്ഡിത്യം ആർജിച്ച ഒരു വ്യക്തിയായിരുന്നു. 150 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ജോസഫ് എടമറുകിൻ്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്ന ഇല്ല എന്നുള്ള പുസ്തകം. ഇത് ഏതാണ്ട് 20 എഡിഷൻസ് ആയി കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐഡിയാസ് ഹാവ് കോൺസിക്വൻസസ്. ആശയങ്ങൾ ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു.
ആൻഡ് ഒരു പുസ്തകത്തിൻ്റെ 20 എഡിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധാരണ 5000 കോപ്പിയൊക്കെ ആയിരുന്നു. അപ്പോൾ 20 എഡിഷൻസ് എന്ന് പറഞ്ഞാൽ 1,00,000 കോപ്പി പ്രിന്റ് ചെയ്തു. ഈ 1,00,000 കോപ്പി വായിക്കുമ്പോൾ 10% ആളുകളെ സ്വാധീനിച്ചാൽ തന്നെ 10,000 ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്ററിയെ സംശയിക്കുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. 10,000 ഒന്നും അല്ല സംശയിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതാണ് ജോസഫ് എഡമറുഗ്. മരിച്ചുപോയി. എഡമറുഗിൻ്റെ ഫേമസ് പുസ്തകം കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല. എഡമറുഗിന് മുൻപ് വേറെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. താനും യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല എന്ന് വാദിച്ചിരുന്നു. തമ്മിലുള്ള അന്തരം ഇത് A.T. കോവൂർ. A.T. കോവൂർ ജോസഫ് എഡമറുഗിൻ്റെ അത്രയും ബുക്സ് എഴുതിയിട്ടില്ല. കോവൂർ ഏതാണ്ട് 10-12 ബുക്സാണ് എഴുതിയിട്ടുള്ളത്. അതേസമയത്ത് എഡമറുഗ് 150-ൽ കൂടുതൽ ബുക്സ് എഴുതിയിട്ടുണ്ട്. 2, കോവൂർ എഡമറുഗിന് മുൻപ് ജീവിച്ച വ്യക്തിയാണ്. എഡമറുഗ് അച്ചടി മെഷീൻസ് കുറച്ചുകൂടെ ഇന്ത്യയിൽ സുലഭമായി കഴിഞ്ഞ് ജീവിച്ചവനാണ്. എഡമറുഗിൻ്റെ ഒരു നല്ല ശതമാനം ബുക്സ് ഓഫ്സെറ്റ് പ്രിന്റഡ് ആണ്, വായിക്കാൻ നല്ല സൗകര്യമാണ്. അങ്ങനെ ടെക്നോളജി എഡമറുഗിനെ വളരെയധികം സഹായിച്ചു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ടാണ് എഡമറുഗ് ഇത്രയും പോപ്പുലർ ആയത്. തന്നെയല്ല, ഐഡിയാസ് ഹാവ് കോൺസിക്വൻസസ്. കോവൂർ ആദ്യത്തെ ഫേമസ് നിരീശ്വരവാദിയായിരുന്നെങ്കിലും എഡമറുഗാണ് എഴുതി ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചത്. ജോസഫ് എഡമറുഗിന് തേരാളി എന്നും പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ മലയാളത്തിൽ താൻ ബൈബിളിനെതിരെയുള്ള ലേഖനങ്ങൾ അതിൽ എഴുതുമായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യയിൽ നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനമിട്ടത്. കോവൂർ ആദ്യമേ, എഡമറുഗ് അത് കഴിഞ്ഞ്. എന്നാൽ എഡമറുഗിനാണ് കൂടുതൽ വ്യാപകമായ റിസൾട്ട് കിട്ടിയത്. കാരണം എഡമറുഗിൻ്റെ കാലമായപ്പോഴത്തേക്കാണ് ടെക്നോളജിയും പ്രിൻറ്റിങ്ങും എല്ലാം കുറച്ചുകൂടെ ഈസി ആയത്. എന്നാൽ അതേ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ ഈ വായനാശീലമുള്ള ആളുകളെ വളരെ സ്വാധീനിച്ച മറ്റൊരു പുസ്തകമാണ് ജീസസ് മിത്ത്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ വെറും ഒരു സങ്കല്പമാണെന്ന്. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലുള്ള ഒരു പ്രൊഫസറാണ്. വളരെയധികം ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തിയാണ്. പുള്ളി ഈ വിഷയത്തിൽ ധാരാളം എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു ഒരു മിത്ത് ആണെന്നും പറഞ്ഞ്, ഒരു സങ്കല്പമാണെന്നും പറഞ്ഞ്. ഞാൻ ഓർപ്പിക്കട്ടെ ബ്രദേഴ്സ്, ഐഡിയാസ് ഹാവ് കോൺസിക്വൻസസ്. ഈ ഐഡിയാസ് എല്ലാം ജനത്തെ കണ്ടമാനം സ്വാധീനിക്കുന്നുണ്ട്. ചിന്തകൾ വിത്തുകളാണ്. നാളെയുടെ ജീവിതം അതിൻ്റെ വിളവാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മിൽ പലർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവഗണിക്കുമ്പോൾ അവർ വളരെ ക്രമാനുഗതമായിട്ട്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ വിഷവിത്തുകൾ പാകുകയാണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല റിസൾട്ട് ഞാൻ വരാൻ പോകുന്ന ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. ഇന്ത്യയിൽ ഈ ആചാര്യന്മാർ വർക്ക് തുടങ്ങിക്കഴിഞ്ഞ് പല മാസികകൾ അവർ സ്റ്റാർട്ട് ചെയ്തു. മാസികകൾ എന്ന് പറഞ്ഞാൽ മന്ത് ആഫ്റ്റർ മന്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനത്തെ വളരെയധികം സ്വാധീനിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 1922 മലയാളത്തിൽ യുക്തിവാദി എന്നും പറഞ്ഞ മാസിക തുടങ്ങി. MC ജോസഫ് എന്നും പറഞ്ഞ ഒരാളാണ് അത് ലീഡ് ചെയ്തത്. 1970കളുടെ അവസാനം വരെ ഈ മാസിക കണ്ടിന്യൂ ചെയ്തു. ആയിരക്കണക്കിന് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിൽ റിവോൾട്ട് എന്നും പറഞ്ഞ ഒരു മാസിക തുടങ്ങി. കുറേ വർഷങ്ങൾ അത് നടന്നു. ഇത് ബേസിക്കലി ദ്രാവീഡിയൻസ് ആയിരുന്നു. ഈ ദ്രാവീഡിയൻ റാഷണാലിസ്റ്റ്, ദ്രാവീഡിയൻ യുക്തിവാദികൾ, അവര് കുറേ സമയം ഈ മാസിക നടത്തി.
വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടായി. അത് കഴിഞ്ഞ് അത് നിന്നുപോയി. അത് കഴിഞ്ഞ് 1952 ഇന്ത്യൻ റാഷണാലിസ്റ്റ് എന്നും പറഞ്ഞ ഒരു മാസിക തുടങ്ങി. പവർഫുൾ ഒരു മാസികയായിരുന്നു. ഞാനതിൻ്റെ പല ഇഷ്യൂസ് വായിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ വായിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ വായിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫീൽഡാണ് ഫൈറ്റ് ചെയ്യുക എന്നുള്ള, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഹ്യൂമാനിസ്റ്റ് ഔട്ട്ലുക്ക് എന്നും പറഞ്ഞ ഒരു മാസിക തുടങ്ങി. അത് ചില വർഷങ്ങൾ 66 തൊട്ട് ചില വർഷങ്ങൾ അവർ പബ്ലിഷ് ചെയ്തു. പിന്നെ അത് നിന്നുപോയി. 1970 ഫ്രീ തോട്ട് എന്നും പറഞ്ഞ ഒരു മാസിക തുടങ്ങി. കുറേ വർഷങ്ങൾ അത് റൺ ചെയ്തു, പിന്നെ നിന്നുപോയി. 70കളിലും 80കളിലും മോഡേൺ ഫ്രീ തിങ്കർ, ഇതെല്ലാം ഇന്ത്യൻ മാസികകളാണെന്ന് ഓർപ്പിക്കട്ടെ. ഇത് പ്രിന്റ് ചെയ്ത് അലമാരി കെട്ടിവെക്കുമല്ല, ഇത് പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഐഡിയാസ് ഹാവ് കോൺസിക്വൻസസ്. ഇപ്പൊ അത് നിന്നുപോയി. അത് കഴിഞ്ഞ് യുക്തിരേഖ എന്നും പറഞ്ഞൊരു മാഗസീൻ തുടങ്ങി. ഇതിന്നും ലൈവാണ്. ഞാൻ ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. ഞാൻ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബർ? ഞാൻ ഓർപ്പിച്ചതുപോലെ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എഴുതുന്നതും പറയുന്നതും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. എങ്കിലേ അവർ എന്ത് പറയുന്നെന്ന് പറഞ്ഞ് അതിന് മറുപടി പറയാൻ സാധിക്കത്തുള്ളൂ. ഇത് 1984 തുടങ്ങിയതാണ്. ആൻഡ് ഇപ്പോഴും ആക്റ്റീവായിട്ട് ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതല്ലാതെ ആന്ധ്രയിൽ, ബംഗാളിൽ ഒക്കെ യുക്തിവാദികളുടെ മറ്റ് മാഗസീൻസ് ഉണ്ട്. ജോസഫ് എടമറുകിൻ്റെ മാസികയായിരുന്നു തേരാളി. എടമറുക് മരിച്ചു കഴിഞ്ഞ് അത് കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നിന്നുപോയി. എന്നാൽ ആ മാസിക ഇപ്പം അവർ ഓൺലൈനായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ അതിന് വളരെയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് നടത്തുന്നത് ജോസഫ് എടമറുകിൻ്റെ മകനാണ്. മകൻ എന്തുകൊണ്ടാണ് മാസിക നിർത്തിയിട്ട് ഇത് ഓൺലൈൻ നടത്തുന്നതെന്നുള്ളത് അത് ഞാൻ പുറകെ പറയാം. എന്നാൽ ഇപ്പം ഇത് ഓൺലൈൻ ഉണ്ടെന്ന് മാത്രമല്ല, ഇതിന് 1000കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാം കൂടെ ക്യൂമുലേറ്റീവായിട്ടുള്ള മൊത്തം ഇൻഫ്ലുവൻസും കൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആരും അറിയാതെ കേരളത്തിൽ വലിയ ഒരു യുക്തിവാദി പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഇത് അവരുടെ ഒരു മീറ്റിങ്ങിൻ്റെ നോട്ടീസാണ്. ഇത് ടൗൺ ഹാൾ മലപ്പുറത്ത് നടന്ന ഒരു മീറ്റിംഗ് ആണ്. 2022 ഫെബ്രുവരിയിൽ നടന്നതാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇതെല്ലാം മലയാളികളാണ്. ഇതിൽ പലരും ക്രിസ്ത്യാനികളാണ്. ഈ മീറ്റിങ്ങിൽ, ഇതിങ്ങനെ റെഗുലറായിട്ട് ഇവർ നടത്തുന്ന മീറ്റിംഗ് ആണ്. ഇതിൽ 3000 തൊട്ട്, അതിന് മുൻപൊരു കാര്യം പറയട്ടെ, നമ്മുടെ വേർപാടുകാരുടെ ഏറ്റവും വലിയ ഞാൻ കണ്ടിട്ടുള്ള മീറ്റിംഗ് ബ്രദറൻ സെന്റിനറി ആയിരുന്നു. അതിൽ കഷ്ടിച്ച് 3000 ആളുകളാണ് വന്നത്. ഇവരുടെ സെന്റിനറി എന്ന് പറഞ്ഞാൽ 100 വർഷം സെലിബ്രേറ്റ് ചെയ്ത് അതിൽ 3000 ആളുകൾ ഇല്ലായിരുന്നു. ഇവരുടെ ഈ കോഴിക്കോട്ടൊക്കെയുള്ള മീറ്റിങ്സിൽ 3000 തൊട്ട് 30,000 ആളുകളാണ് വരുന്നത്. ഈ 30,000-ൽ പകുതിയോളം ക്രിസ്ത്യാനികളാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഐഡിയാസ് ഹാവ് കോൺസിക്വൻസസ്. ഇവർ ഈ മീറ്റിങ്സിൽ പറയുന്നതൊക്കെ ബൈബിളിനെയും യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഇത് പോയി അറ്റൻഡ് ചെയ്യുന്ന ക്രിസ്ത്യാനികളൊക്കെ ബ്രെയിൻ വാഷ് ആകുന്നുണ്ട്. എന്നിട്ട് അവർ ചെന്ന് അവരുടെ സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസസിലും നമ്മുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുവാണ്. തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആവശ്യമുള്ളപ്പം കിണർ
കുത്താം എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളിരിക്കുന്നത്. ഇവരുടെ ഒരു ചാനൽ, ഇവരുടെ ഒരു യൂട്യൂബ് ചാനലാണ് ഇത്. 1,88,000 ഫോളോവേഴ്സ്. വേർപാടുകാരുടെ ഏറ്റവും അധികം സബ്സ്ക്രിപ്ഷനുള്ള ചാനൽസൊക്കെ 2,000, 3,000 ഒക്കെ സബ്സ്ക്രൈബേഴ്സാണ്. എനിക്ക് ക്രിസ്തീയ ന്യായവാദത്തിൻ്റെ ഒരു ചാനലുണ്ട്. അത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആയതേ ഉള്ളൂ. അത് ഓൾമോസ്റ്റ് 60,000 ആയതേ ഉള്ളൂ. ഇവരുടേതൊന്ന് ശ്രദ്ധിക്കണം. 1,000, 10,000, ലക്ഷം, 18 ലക്ഷം ഫോളോവേഴ്സ്. ഞാൻ 1.8 എന്ന് പറഞ്ഞ 18 ലക്ഷം ഫോളോവേഴ്സ്. ഇവരെല്ലാം വായിക്കുന്ന അല്ലെ കാണുന്ന വീഡിയോസ് ഇവരെ സ്വാധീനിക്കുന്നു. ആൻഡ് ഇവരൊന്നും യുക്തിവാദി എന്നുള്ള ടൈറ്റിൽ ഉപയോഗിക്കുന്നില്ല, വളരെ കണ്ണിങ് ആയിട്ടാണ്. ഇതിന് 34 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ്. ഇതും അവരുടെ ഒരു ചാനലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സുവിശേഷം പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല. ഇന്ന് ഇത്രയും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് വൈഡ് പബ്ലിസിറ്റി കൊടുത്തിട്ട് 29 പേരാണ് കേൾക്കാൻ വന്നിരിക്കുന്നത്. 29 പേരേ ഉള്ളൂ ഇപ്പം അറ്റൻഡൻസിൽ, ഞാനിവിടെ ചേർത്ത്. അത്ര അവജ്ഞയോടെയാണ് ഈ വിഷയങ്ങളെ നാം കാണുന്നത്. എന്നാൽ യുക്തിവാദികൾ ആ ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്നത് പൂർണ്ണ കമ്മിറ്റ്മെൻറ്റോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഒരു ചാനലിന് 34 ലക്ഷമൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. മറ്റൊരെണ്ണം കാണിക്കട്ടെ. ഇതും അവരുടെ ഒരു ചാനലാണ്, എസൻസ് ഗ്ലോബൽ. 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ബ്രദേഴ്സ്, ഈ ഐഡിയാസ്, ഇവർ പ്രചരിപ്പിക്കുന്ന ഈ ഐഡിയാസ് എല്ലാം ലോകത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ ഈ ഐഡിയാസ് കേട്ടിട്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തി വെക്കുമ്പോൾ തെറ്റായ ചിന്ത, അതിൻ്റെ ഫലം വലുതായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ആളുകളെ സ്വാധീനിക്കുന്ന ചില നിരീശ്വരവാദികളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ടോമി സബാസ്റ്റ്യൻ ഒരു പെന്തിക്കോസ്ത് വിശ്വാസിയായിരുന്നു, പെന്തിക്കോസ്തുകാരനായിരുന്നു. അതുകൊണ്ട് ടോമിക്ക് പെന്തിക്കോസ്തുകാരുടെയും വേർപാടുകാരുടെയും എല്ലാ വീക്ക്നെസ്സസ് അറിയാം. തനിക്ക് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എക്സാക്ട്ലി PhD ഇല്ല, MSc ആണോ BSc ആണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പെന്തിക്കോസ്തുകാരനാണ് എന്നാണ് പറയുന്നത്. തൻ്റെ ഏറ്റവും വലിയ ഹോബി ബൈബിളിനെ ശാസ്ത്രത്തെക്കുറിച്ച് ABC അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു ഡൂക്ലി ക്രിസ്ത്യൻ പാതിരിയെയോ പാസ്റ്ററിനെയോ വിളിച്ചിട്ട് അവരുമായിട്ട് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുക. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ടോമി സബാസ്റ്റ്യൻ ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുന്നു, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ കുറിച്ച് പറയുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. കേട്ട് നിൽക്കുന്ന പാസ്റ്റേഴ്സ്, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സെമിനറീസിലൊക്കെ പോകുന്ന പലർ 10ാം ക്ലാസ് കഴിഞ്ഞാണ് പോകുന്നത്, പലർ 12ാം ക്ലാസ് കഴിഞ്ഞാണ് പോകുന്നത്. ഇവർക്കൊന്നും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അങ്ങനെയുള്ള വ്യക്തികളെ മനഃപൂർവ്വം വിളിച്ച് പബ്ലിക്കിൽ അവരെ അനാവൃതമാക്കി കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നാച്ചുറലി
അവർക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരിക്കത്തില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 30,000 ആളുകളിൽ 15,000 എങ്കിലും ക്രിസ്ത്യാനികൾ. അപ്പോൾ ഈ ക്രിസ്ത്യാനികളെല്ലാം ഓർക്കുന്ന, ഓഹോ, ഇന്ന് സഖാവ് ടോമി സെബാസ്റ്റ്യൻ ഒരു കാര്യം വ്യക്തമാക്കി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സൃഷ്ടി വിവരണം അതൊരു ചരിത്ര സംഭവമല്ല, അത് വെറും ഒരു സങ്കല്പം മാത്രമാണ്. ഇതാണ് ടോമി സെബാസ്റ്റ്യൻ. ഇവിടെ ഒരു മർമ്മം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ടോമി സെബാസ്റ്റ്യന് എന്തൊക്കെയോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളി ബിഗ് ബാങ് തിയറി എന്നും പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുന്നത്. ബിഗ് ബാങ് തിയറിയൊക്കെ ശാസ്ത്രം റിജക്റ്റ് ചെയ്തിട്ട് പല ദശാബ്ദങ്ങളായി. ഇന്ന് ബിഗ് ബാങ് അല്ല ശാസ്ത്രത്തിൽ റൂൾ ചെയ്യുന്നത്. ഇന്ന് റൂൾ ചെയ്യുന്നത് മറ്റൊരു തിയറിയാണ്, ലാംഡ CMB എന്നും പറഞ്ഞ തിയറിയാണ്. ടോമി അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ തൻ്റെ സയൻസ് ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ 10ാം ക്ലാസ് പാസ്സായ പാസ്റ്റേഴ്സിനെ പേടിപ്പിച്ച്, നീ പറയുന്നത് ശരിയാണെന്ന് പറയിപ്പിക്കാൻ ബിഗ് ബാങ് തിയറി മതി. കാരണം ഈ പാസ്റ്റേഴ്സും ബിഗ് ബാങ് തിയറി തള്ളപ്പെട്ടു, ഇപ്പോൾ പുതിയ തിയറീസ് വന്നു കഴിഞ്ഞു എന്ന് അവർ അറിയുന്നില്ല. ഇതുപോലെ തന്നെ ഇന്ന് ഒത്തിരി ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് ജോസ് കണ്ടത്തിൽ. ജോസ് ഏതോ സമുദായത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണ്. ഏറ്റവും മോശമായ ഭാഷയിൽ, ഏറ്റവും മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തെ വിമർശിക്കുവാൻ വേണ്ടി ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിച്ച് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ടുപേരും ക്രിസ്ത്യാനികളാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ജോസും ടോമി സെബാസ്റ്റ്യനും. അത് ഈ 17,000 ആളുകൾ ഇങ്ങനെ 17,000 ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഇരുന്ന് കേട്ട് കഴിയുമ്പോൾ ആ ആശയങ്ങൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറക്കല്ല. അതുകൊണ്ട് ബ്രദറെ, ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കരുത്. ഇതൊക്കെ പഠിക്കേണ്ടത് ആവശ്യമാണ്, പ്രിപ്പറേഷൻ ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരൻ്റെ മകനെ നഷ്ടപ്പെട്ടു. നാളെ ചിലപ്പോൾ നിങ്ങളുടെ മകനെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കുക, എൻ്റെ മക്കളൊക്കെ മുതിർന്നവരാ ബ്രദറെ. മുതിർന്നവരെ പോലും ഇവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ മറ്റ് ഈ പ്രസ്ഥാനത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വക്താവാണ് പ്രൊഫസർ രവിചന്ദ്രൻ. ഇംഗ്ലീഷിൻ്റെ പ്രൊഫസർ ആണെന്നാണ് തോന്നുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളിൽ താൻ ബൈബിളിനെ ആക്രമിക്കാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചോണം, ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് ആളുകൾ ഇരിക്കുന്നത്, നിരീശ്വരവാദികളുടെ മീറ്റിങ്ങിൽ. പ്രൊഫസർ രവിചന്ദ്രന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വേദപുസ്തകത്തിലുള്ള സോ കോൾഡ് അശ്ലീല ഭാഗങ്ങളെക്കുറിച്ച്. വിശുദ്ധ വേദപുസ്തകത്തിലെ അശുദ്ധ ഭാഗങ്ങൾ എന്ന് പുള്ളിയുടെ വലിയ പോപ്പുലർ ഒരു ലെക്ചറാണ്, അല്ലെ ലെക്ചർ സീരീസാണ്. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ ജോസഫ് എടമറുകിൻ്റെ മകനാണിത്, സനൽ എടമറുക്. ഇടയ്ക്ക് ചില വർഷങ്ങൾ ആരും സനലിനെ കുറിച്ച് കേട്ടില്ലെങ്കിൽ ഇന്ന് വളരെയധികം റൈസ് ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. മുംബൈയിൽ കത്തോലിക്കരുടെ ഒരു കന്യമറിയാമിൻ്റെ വിഗ്രഹത്തിൽ നിന്ന് കണ്ണുനീര് വരുന്നത് വളരെ പോപ്പുലറായി കഴിഞ്ഞപ്പോൾ അത് ആക്ച്വലി കണ്ണുനീരല്ല എന്ന് സനൽ ക്ലെയിം ചെയ്തു. അതിനുവേണ്ടി അവർ ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കിയ ഒരു നിയമം ഉപയോഗിച്ച്, അത് ഇതുവരെ ഇന്ത്യൻ ഗവൺമെൻറ് അത് മാറ്റിയിട്ടില്ല, ആ നിയമം ഉപയോഗിച്ച് സനലിനെതിരെ കേസ് കൊടുത്തു. അതിൽ ജാമ്യമില്ല. സനൽ ജീവനും കൊണ്ടോടി ഫിൻലാൻഡിൽ പോയി സെറ്റിലായി. ഫിൻലാൻഡ്
അവിടെ യുക്തിവാദികൾ ഒത്തിരിയുണ്ട്, അല്ലെ നിരീശ്വരവാദികൾ ഒത്തിരിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അവിടെ ചില വർഷങ്ങൾ താമസിച്ചു കഴിഞ്ഞപ്പോൾ താൻ പിന്നെയും യുക്തിവാദി അല്ലെ യുക്തിവാദം നിരീശ്വരവാദത്തിൽ ആക്റ്റീവായിട്ടുണ്ട്. യുക്തിവാദി ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. ആ ക്ലബിൽ 10,000-കണക്കിന് മെമ്പേഴ്സ് ഉണ്ട്. ആൻഡ് ഇൻ്റർനെറ്റ് വീഡിയോ അത്രയും ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തരാം, വീഡിയോ ഉപയോഗിക്കുന്നത് സനൽ ടെക്സ്റ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 10,000-ങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ആശയങ്ങൾക്ക് ഗുരുതരമായ ഫലങ്ങളുണ്ട്. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് ആശയങ്ങൾക്ക് ഗുരുതരമായ ഫലമുണ്ട്. ഈ മാധ്യമങ്ങൾ ജനങ്ങളുടെ മനസ്സുകളെ പൂർണ്ണമായിട്ട് കീഴടക്കുന്നുണ്ട്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇതൊരു പോരാട്ടം തന്നെയാണ്. ഇറ്റ് ഈസ് എ ബാറ്റിൽ. അതുകൊണ്ട് ജോൺസൺ ബ്രദറെ, കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് നമുക്കൊക്കെ അറിയാം. അത് പഠിക്കാൻ ഇത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്ത് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പശ്ചാത്തലം നിങ്ങൾ മനസ്സിൽ വെക്കണം. ആശയങ്ങൾ മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ സ്കൂളുകളിൽ എവിടെ പോയാലും നമ്മുടെ കുട്ടികളോട് മറ്റു കുട്ടികൾ വാദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എവറി ഡേ എനിക്ക് 1-2 കുട്ടികളുടെ വാട്സാപ്പ് മെസ്സേജും ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ ഫോൺ കോൾ വരും. അങ്കിളെ, ഞാൻ ഇന്നടത്ത് 12ൽ പഠിക്കുന്നു, ഞാൻ ഇന്നടത്ത് BA-ക്ക് പഠിക്കുന്നു, ഇന്നടത്ത് BSc-ക്ക് പഠിക്കുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ബൈബിൾ മുഴുവൻ സങ്കല്പങ്ങളാണെന്ന് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? 2 ആഴ്ച മുമ്പ് ഒരു കുട്ടി എനിക്ക് എഴുതി, അങ്കിളെ, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് അവൾക്ക് വായിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ 2 ആഴ്ചകളും കൊണ്ട് ഞാൻ 3 e-book എഴുതി. അതിൽ 2 എണ്ണം റിലീസ് ചെയ്തു. ഡസ് ഗോഡ് എക്സിസ്റ്റ് എന്നും 7 പ്രൂഫ്സ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ് എന്നും, ദൈവം അനുവദിച്ചാൽ നാളെയോ നാളെ കഴിഞ്ഞോ ഡിസൈൻ എവിഡൻസ് ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ഇതും റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ട്? ബിക്കോസ് എവറി ഡേ നമ്മുടെ കുട്ടികൾ ഇവരുടെ കെണിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. മുതിർന്നവരെയും ഇവർ സ്വാധീനിക്കുന്നു. പ്രിപ്പറേഷൻ ആവശ്യമാണ്. കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.